സംഭവങ്ങളുമാണ് പഠിക്കുന്നത്. ഇത് ഓരോ മുക്കല്ലഫായ മനുഷ്യനും നബിയുടെ എല്ലാം അറിയൽ വാജിബായ ഇൽമിൽപ്പെട്ടതാണ്. മക്കത്ത് ജനിച്ച മദീനത്ത് കടന്നു എന്ന് പറഞ്ഞാലൊന്നും സംഗതിയാവില്ല. ഇനി പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് മരണപ്പെട്ട വിഷയമാണെന്ന് പറയുന്നത്. വലമ്മ ബലഗ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 സിനീൻ, തങ്ങൾക്ക് 4 വയസ്സ് പൂർത്തിയായി. വക്കീല ഹംസൻ വക്കീല സിത്തൻ, 5 ആണെന്നും 6 ആണെന്നും കൗലുണ്ട്. വക്കീൽ അക്സറ മിൻ ദാലിക, അതിനേക്കാൾ കൂടുതലായി എന്നും പറയുന്നവരുണ്ട്. അപ്പം മുതക്കബ്ബിറിൻ്റെ മൻ അപ്പോൾ ഉറപ്പില്ല, എപ്പോൾ ജനിച്ചും തന്നെ ഉറപ്പില്ല. ജനിച്ചനോ ഇല്ലയോ ഒന്നും ഉണ്ടാവില്ല അവർക്ക്, കാരണം എനിക്ക് നബിയില്ലല്ല. അപ്പം നമ്മൾ ചോദിക്കാൻ 12 ജനിച്ചെന്ന് ഉറപ്പില്ലോ? പോട്ട് ജനിച്ചെന്ന് ഉറപ്പുണ്ടാവും. എപ്പോഴാണോ ജനിച്ചത് ആ ദിവസം തന്നെ നമ്മൾ കണ്ടിരുന്നു. അത് 12 ആയാലും വയ്ക്കില്ല, 120 ആയാലും വയ്ക്കില്ല. ജനിച്ചിട്ടുണ്ടാ അതന്നെ നമ്മൾ കണ്ടില്ല. ഏതാ തോഫിയത്ത് ഉമ്മുഹു, ഉമ്മ വഫാത്തായി. അതിൻ്റെ വിശദീകരണം പറയുന്നു. റവ സുഹരി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ലമ്മാ ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 സിനീൻ. അതാ ആ റിവായത്തിലെത്തി 6 വയസ്സെന്നാണ്. 6 വയസ്സ് പൂർത്തിയായപ്പോൾ ഖറജത്ത് ബിഹി ഉമ്മുഹു, ഉമ്മ തങ്ങളെയും കൂട്ടിയിട്ട് പോയി. എവിടത്തേക്ക്? ഇല്ല അഹ്വാലി ജദ്ദിഹി, ഉപ്പാപ്പാൻ്റെ കാരണന്മാരുടെ അപ്പുറത്ത്. ഉപ്പാപ്പ ഏതാന്ന്? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് ജനിച്ചത് എവിടെയാണ്? മദീനത്താണ്, സൽമ. അപ്പോൾ ഉപ്പാര അത്താരോ എന്ന് പറയും നമ്മളിങ്ങോട്ട്. ആരാണ്? ബഹും ബനു അദി ഇബ്നു നജ്ജാർ ബിൽ മദീന, മദീനയിൽ ബനു നജ്ജാർ എന്താണ്? ബനു അദി ഗോത്രം. അബ്ദുൽ മുത്തലിബിൻ്റെ ജന്മസ്ഥലം മക്കയല്ല, മദീനയിലാണ്. തസൂറുഹും, അവർ ഒന്ന് സന്ദർശിക്കാനാണ്. വമഅഹു ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബിഷിയ, ബറക്കത്തുൽ ഹബിഷിയ എന്ന പേരിലുള്ള ഉമ്മു ഐമൻ ബീബി കൂടെയുണ്ട്. ഫഅഖാമത്ത് ബിഹി ഇൻദഹും ഷഹ്റൻ, അവിടെ 1 മാസക്കാലം താമസിച്ചു. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ ഹിജ്റത്തി യദ്കുറു ഉമൂറൻ കാനത്ത് ഫീ മഖാമിഹി ദാലിക്. ഇപ്പോൾ 5-6 വയസ്സിൽ ആദ്യം പോയിന്. തങ്ങൾ ഹിജ്റ പോകുമ്പോൾ ഇപ്പം 53 വയസ്സുണ്ട്. അപ്പോൾ 53 വയസ്സുകാലത്ത് പറയുന്നത് ഇത്ര, ഞാൻ കുട്ടിക്കാലത്ത് വന്ന് ഇവിടെയൊക്കെയാണ് താമസിച്ചിരുന്നത്, ഇവിടെയാണ് പഠിച്ചത്, ഇവിടെ നല്ല സ്ഥലം കാണിച്ചു. എന്നിട്ടോ വനദ ഇലദ്ദാർ, ആ വീടുണ്ടല്ലോ താമസിച്ചേ, അത് നോക്കി. ഫഖാല ഹാഹുന നസലത്ത് ബി ഉമ്മി, ഇവിടെയാണ് എൻ്റെ ഉമ്മ ഇറങ്ങിയിരുന്നത് എന്ന് പറഞ്ഞു. അത്ര ഓർമ്മ ഉണ്ടാവും? ഓർമ്മ ഉണ്ട്. ഓർമ്മയില്ലാത്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർമ്മശക്തിയിലും ബുദ്ധിശക്തിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച പടപ്പിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവനിക്ക് മറവി ഉണ്ടെങ്കിൽ ഈ തങ്ങളെ കുറ്റപ്പെടുത്തല. ഇവൻ്റെ ബുദ്ധി ഇവിടെ കയറ്റാൻ മറവി. എന്നിട്ട് പറഞ്ഞു വാഹ്സൻതുൽ ബിഇരി ബനി അദി ഇബ്നു നജ്ജാർ, അബ്ദുൽ മുത്തലിബിൻ്റെ തറവാടല്ലേ, അവിടെയുള്ള ആ അവിടെ വെച്ചിട്ട് ഒരു കുടമുണ്ട്, അവിടെ വെച്ചിട്ട് നന്നായിട്ട് നീന്താൻ പഠിച്ചിട്ടുണ്ട്. നീന്താൻ പഠിച്ചിട്ടുണ്ട്. നീന്താൻ പഠിക്കുന്ന ഹുക്കം എന്താന്ന് ഫിഖ്ഹില് പറഞ്ഞിട്ടെ ബസ്സതെ ഖസാലിമിൻ്റെ അഭിപ്രായത്തെ ഫർള് കിഫായിയാണ് നീന്താൻ പഠിക്കലും ഡ്രൈവിങ് പഠിക്കലൊക്കെ. എന്തുകൊണ്ട്? ഒരു അർജൻ്റ് കേസിൽ ഒരാളെന്താക്കണം, ആസ്പത്രിയിലേക്ക് എത്തിക്കണം. ആ ഡ്രൈവർമാരില്ലെങ്കിൽ ഈ രോഗിനെന്താക്കില്ല ഇവിടുന്ന് ഇപ്പോൾ അയാളുടെ ജീവൻ നിഷ്കല. മുങ്ങി ആരെല്ലാം മുങ്ങി മരിക്കുന്നത്, അല്ലെങ്കിൽ പ്രളയം വന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ അറിയാത്ത ആൾ കഴിഞ്ഞാൽ ഇവനും മരിക്കും. അതുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്താക്കണം, നാട്ടിലെ നീന്തം പഠിച്ച ആളുകളുണ്ടെങ്കിൽ ഫർള് കിഫായ എന്ന മുപ്പറ. ആരും പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. അപ്പോൾ പഠിച്ച ജാഹിലിയങ്ങൾക്ക് അർത്താലയം അവനോട് യോജിപ്പുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകും. കാരണം ഇവനിക്കറിയാത്തത് മൂപ്പർക്ക് പറഞ്ഞുകൂടാ. അന്നേരം മൂപ്പർ കുറ്റക്കന്നെ. അങ്ങനെ ഇപ്പോൾ ഉള്ളത് ജാഹിർ പറഞ്ഞോട് എല്ലാവരും സംബന്ധിച്ചോളണം.
ജാഹിലിനെതിരെ ആലിമ പറഞ്ഞാൽ പിന്നെ ആലിമിനെ കണ്ടുകൂടാ. മുമ്പ് ഹദീസ് ഓതിയില്ലേ, ചത്ത കഴുതനെ കാണുന്നത് സന്തോഷകരമായിരിക്കും, അത്രയും നന്ന തളപ്പിച്ചു കൊടുക്കുന്ന മുലർക്കാനെ കാണാൻ പറ്റൂല. അങ്ങനെ ഇപ്പം നടക്കുന്നു. ഗസാലി ഇമാമിൻ്റെ അഭിപ്രായത്തിൽ ഡ്രൈവിങ് പഠിക്കൽ, അതുപോലെ തോണി കയക്കാൻ പഠിക്കൽ, അക്കരെ അടുത്താൻ പഠിക്കൽ, നിന്നാൻ പഠിക്കലൊക്കെ ഫർദ് കിഫായിയാണ്. അപ്പോൾ കാരണമൊക്കെ ഒന്നുണ്ട്. എന്തെങ്കിലും പൊതു മുസീബത്ത് വന്നാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആള് വേണ്ടേ? ഏതായാലും ഇനി വക്കാന കൗമമ്മിനൽ യഹൂദി, യഹൂദികളിൽപ്പെട്ട കുറച്ച് കൗമ്. എന്താ മദീനത്ത് യഹൂദികളുണ്ട്. മദീനത്തെ അസലിലെ ഏതാണ്? ഔസ് ഹസ്റജ് മുശ്രിക്കീങ്ങളാണ്. പക്ഷേ മദീനത്തിൻ്റെ പുറത്ത് ആര് വന്ന് താമസിക്കുന്നുണ്ട്? ജൂതന്മാർ. അത് വേറെ നാട് കടത്തിയിട്ട് അവർക്ക് താമസിക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് മദീനൻ്റെ പ്രദേശത്താണ് താമസം. അങ്ങനെ മദീന കീഴടക്കലാണ് അവരുടെ ലക്ഷ്യം. അതിനാണ് ഔസിനെ ഹസ്റജും തമ്മിൽ തെറ്റിച്ചിട്ട് എന്താക്കൂ, യുദ്ധങ്ങളുണ്ടാക്കും. ഓരോ ചങ്ങായിമാരായിട്ട് കൂടിയിട്ട് ഔസും ഹസ്റജും എന്താക്കി, ഇത് വഞ്ചിക്കപ്പെട്ടിട്ട് ഓരോ ചങ്ങായിമാരായിട്ട് കൂട്ടുകയും ചെയ്യും. അപ്പം മണ്ണെണ്ണ വെച്ചിട്ടാണ് തീ കെടുത്തുന്നത്. തീ കെടുത്താൻ വേണ്ടി എല്ലാവരും വെള്ളം കോരി ഒഴിക്കുമ്പോൾ എന്താ, കുറച്ചാൾ പെട്രോളും മണ്ണെണ്ണയും കൊണ്ടാണ് തീ കെടുത്താൻ. ഔസിനെ ഹസ്റജും കീഴടക്കിയിട്ട് വേണം മദീനയിൽ ഇവർക്ക് ആധിപത്യം കിട്ടാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഫിത്ന 125 കൊല്ലാന്ന് അവർക്കൊരു സമയം യുദ്ധം ചെയ്യിപ്പിച്ചത്. അപ്പോൾ യഹൂദികൾപ്പെട്ട ചിലരെന്താക്കും, യഖ്തലിഫൂന, വന്നും പോയി കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കൂട്ടി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കാണാൻ പോകാം. എന്നിട്ടോ യൻദുറൂന ഇലയ്യ, എന്നെ കൊണ്ട് നോക്കുന്നുണ്ട്. കാലത്ത് അയ്മ പറയുന്നത് ഫസമിഅതു അഹദഹും യഖൂലു, അതിൽപ്പെട്ട ഒരാൾ തമ്മിൽ പറയുന്നത് ഞാൻ കേൾക്കുന്നത്, ഹുവ നബിയ്യു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ നബിയാണ് എന്ന് വേറെ ചിലരോട് പറയും. എന്നിട്ടോ വഹാദിഹി ദാറു ഹിജ്റത്തിഹി, ഹിജ്റ വരേണ്ട നാട് ഇവിടെയാകുന്നു, അവിടെ മദീനയിൽ. സുമ്മ റജഅത് ബിഹി ഉമ്മുഹു ഇലാ മക്ക, പിന്നെ മക്കയിലേക്ക് തന്നെ മടങ്ങി. വഫീ റിവായത്തി അബീ നുഐം റളിയല്ലാഹു അൻഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനദറ ഇലയ്യ റജുലുൻ മിനൽ യഹൂദി, യഹൂദികളിൽപ്പെട്ട ഒരു റജുൽ എന്നെ കൊണ്ട് നോക്കി, യഖ്തലിഫു, വന്നുകൊണ്ട് പോയിക്കൊണ്ടു, യൻദുറു ഇലയ്യ, എന്നെ നോക്കിയിട്ട് ഫഖാല യാ ഗുലാമ മസ്മുക, കുട്ടി നിൻ്റെ പേരെന്തെന്ന്? ഖുൽതു അഹമ്മദ് എന്ന് പറഞ്ഞു. വനദറ ഇലാ ലഹ്രി, എൻ്റെ ലഹറിലേക്ക് നോക്കി, അവിടെ നിന്ന് ഖാത്തമുൽ നബുവത്തിൻ്റെ സീലുണ്ട്. ഫസമിഅതുഹു യഖൂലു, അയാൾ പറയുന്നത് ഞാൻ കേൾക്കുന്ന, ഹാദാ നബിയ്യു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ നബിയാണ് ഇദ്ദേഹം. സുമ്മ റാഹ ഇലാ ഇഖ്വാനിഹി, എന്നിട്ട് അയാൾ ചങ്ങായിമാരിലേക്ക് പോയിട്ട് ഫഅഖ്ബറഹും, അവരോട് വിഷയം പറയുന്നത്, അവസാനത്തെ നബിയാവേണ്ട ഇവിടെ മദീനയിൽ ഇപ്പം കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഉമ്മാൻ്റെ കൂടെ. ഫഅഖ്ബറു ഉമ്മി, അവർ വന്നിട്ട് ഉമ്മാനോട് വിഷയം പറഞ്ഞു. അതെല്ലാം കൂടെ ഇതെല്ലാം കാണുമ്പോൾ അമിന ബീബിക്ക് എന്താ ബേജാറായി. കാരണം പല പ്രാവശ്യം പല അപകടം രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. എന്തായാലും നമുക്ക് വേഗം പോയി കളയുന്നു. ഫഖാഫത്ത് അലയ്യ ഫഖറജ്ന മിനൽ മദീന, ഉടനെ മദീനയിൽ സ്ഥലം വിട്ടു. ഫലമ്മാ കാനത്ത് ബിൽ അബവാഗ്, അങ്ങനെ അബവായിലേക്ക് എത്തി. അബവാഗ് അറിയാലോ, നമുക്കിപ്പം ബദറിലേക്ക് അബവാഗ് വഴിക്ക് പോകുന്നുണ്ട്. തോഫിയത്ത്, അവിടെ വെച്ചാണ് ആമിന ബീബി വഫാത്തായത്. വദുഫിനത്ത് ഫീഹ, അവിടെയാണ് ബീബിൻ്റെ ഖബർ. വഖീല ബിൽ ഹജൂൻ എന്നാണ് ഒരു കീലുണ്ട്. ഹജൂൻ എവിടെയാണ്? അലാമക്ക, അവിടെ മഹല്ലാത്തില്ലേ, അവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥലമല്ലേ ഹജൂൻ. ഖദീജ ബീബിൻ്റെ സിയാറത്തിന് പോകുമ്പോൾ ഹജ്ജിൽ കൂടിയാണല്ലോ പോകുന്നത്. അപ്പോൾ അബവായിൽ നിന്ന് ഹജ്ജിലേക്ക് എത്തിയ എങ്ങനെയാണ് അത് പറയുന്ന വക്കീല ജംഅം ബൈന റിവായത്തൈനി, അബവായിലാണ് മരിച്ചതെന്നും ഹജൂനിലാണ് ഖബർ എന്നും പറയുമ്പോൾ ദുഫിനത്ത് അവലം ബിൽ അബവാ, അബവായിൽ ആദ്യം മറമാടിയതിന് ശേഷം സുമ്മ നൊബിഷത്ത്, അവിടുന്ന് കളച്ചിട്ട് നുഖിലത്തില മക്ക ദുഫിനത്തി ബിൽ ഹജൂൻ, മക്കയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ മറമാടുകയും ചെയ്തു എന്നാണ് ജമ്മാക്കിയത്. ഈ അബബയുടെ അവൽ അബബാവ് മൗലിയമിൻ അമൽ ഫറി ബൈന മക്ക വൽ മദീന, മക്കൻ്റെയും മദീനൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. എത്ര കിലോമീറ്റർ ഉണ്ടാവും? 180. അപ്പോൾ 150 മദീന ചുറ്റുകടയിൽ 320 വ്യത്യാസമുണ്ട്. മക്ക മദീനൻ്റെ ഇടയിൽ പഴയ റോഡിന് പോയ 500 കിലോമീറ്ററാണ്. അപ്പോൾ 150 വന്നാൽ കഴിച്ചുവാക്കി 320 ഉണ്ടാവും. പക്ഷേ ഖബർ ശരി ഇപ്പം കാണാൻ കഴിയില്ല.
കാരണം നമ്മൾ കൊമ്പ കെട്ടലോ മറ്റേ ബിൽഡിങ്ങൊന്നും അവിടെ കാണില്ല. ഹജൂനും അല്ലാത്തിനും നമ്മളെ ഖദീജ ബീബിന്റെ സിയാറത്തിന് പോകുന്നില്ലേ അവിടെ, അതന്നെ ഹജൂന്. വകാന അംറുഹാ ഹീന തുവഫിയത്. ആമിന ബീബി റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന അവസരത്തിൽ എത്ര വയസ്സുണ്ട്? ഫി ഹുദൂദിൽ 20 സന, 20 വയസ്സാണ്. അബ്ദുല്ലാഹ് 18 വയസ്സ്, 2 മാസേ എന്തായിട്ടുള്ളൂ. റജബിൽ മംഗലം കഴിഞ്ഞ് റമദാൻ മാസം ആരും ഒപ്പത്തായി, അബ്ദുള്ള ഒപ്പത്തായി. വറവാബൂനുഐമി ഫി ദലാഇൽ നബുവത്തിൽ പറയുന്നു മിൻ തരീഖി സുഹരി അസ്മാ ബിൻതി റുഹ്മിൻ അൻ ഉമ്മിഹ ഖാലത്ത്. ആരാണ്? അസ്മാ ബിൻതു റുഹ്ം എന്നവർ ഓറെ ഉമ്മാനെ തൊട്ടിട്ട് റിവായത്ത് ചെയ്യുന്ന കാലത്ത് ഷഹിദ്തു ആമിനത ഉമ്മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിന ബീബി ഉണ്ടല്ലോ, ആമിന ബീബി ഫി ഇല്ലതിഹി അല്ലതി മാത ബിഹ മാതത് ബിഹ. ഏത് രോഗത്തിലാണോ വഫാത്തായത് ആ രോഗത്തിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു, ആമിന ബീബിനെ പരിപാലിക്കാൻ. വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുലാമുൻ യഫഉൻ. തങ്ങൾ ചെറിയ ഒരു കുട്ടിയാണ്. എത്ര ഉണ്ട്? ലഹു 5 സിനീൻ, 5 വയസ്സുണ്ട്. ഇന്ദ റഅസിഹാ, ആമിന ബീബിൻ്റെ തലൻ്റെ ഭാഗത്തുണ്ട്. ഫനദറത് ഉമ്മുഹു ഇലാ വജ്ഹിഹി, ഉമ്മ നബിയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് വലിയൊരു കസീദ പറയുന്നുണ്ട്, ഇവിടെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഷഹാദത്ത് കരീമ വ്യക്തമായി ചൊല്ലിയ സംഭവമുണ്ട്. ഇതിനാണ് ആമിന ബീബി ജാഹിലിയത്തിലാന്ന് പറഞ്ഞാൽ അവനിക്കോട്ട് ജീവിക്കാൻ അവകാശമില്ല. അതാ ثم قالت ആമിന ബീബി പാടി ബറക ഫീക അല്ലാഹു മിൻ ഗുലാമി യബ്നല്ലദീ മിൻ ഹൗമത്തിൽ ഇമാമി നജാ ബിഅൗനിൽ മാലിക്കിൽ അല്ലാമി ഫവദീ ഗദാതൽ അർബ് ബിസ്സിഹാമി. എൻ്റെ കുട്ടിയെ അള്ളാഹു നിനക്ക് ബർക്കത്ത് നൽകട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അബ്ദുല്ലാൻ്റെ മഹത്വ പറയുന്നു. ഇത് അബ്ദുൽ മുത്തലിബ് അറുക്കാനൊരുങ്ങിയില്ലേ, നേർച്ചയാക്കിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതല്ല. എന്നിട്ടാണല്ലോ എന്താക്കിയത്? 10 അബ്ദുള്ള, 10 ഒട്ടകം അബ്ദുള്ള, 10 ഒട്ടകം അബ്ദുള്ള എന്ന് പലതവണ വെച്ചിട്ട് 100 തികഞ്ഞപ്പോഴാണ് എന്തായത്? ഒട്ടകത്തിന് മേലേക്ക് മറിഞ്ഞത്. അതാണ് ഇപ്പോൾ പറയുന്നത് യബ്നല്ലദീ മിൻ ഹൗമത്തിൽ ഹിമാമി നജ, മരണത്തിൻ്റെ വക്കത്തിൽ നിന്നെന്താക്കി രക്ഷപ്പെട്ടു. എന്നിട്ടോ അത് അഫവദി ഗദാതൽ അർബ് ബിസ്സിഹാമി, 100 ഒട്ടകം കൊടുത്തുന്നു. ദബിമി അതിമിൻ ഇബ്ലിൻ സുവാമി ഇൻസഹമ അബ് അതാ അത് പറഞ്ഞു. അതായത് അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു സംഭവം എടുത്തിട്ടാണ്, അല്ല അബ്ദുൽ മുത്തലിബ് അല്ല അബ്ദുല്ലാൻ്റെ സംഭവം എടുത്തിട്ടാണ് പറഞ്ഞത് 100 ഒട്ടകം കൊണ്ട് എന്താക്കി ഫിദ നൽകി. അങ്ങനെയുള്ള മകൻ്റെ ബാപ്പാൻ്റെ മകനെ ഇൻസഹമ അബ്സർതു ഫിൽ മനാമി, എൻ്റെ മനാമിൽ ഞാൻ കണ്ടത് സഹീഹാണെങ്കിൽ, എന്നുവെച്ചാലോ കുറേ പ്രകാശം കണ്ടെന്നും അത് യക്കളത്തിൽ തന്നെ കണ്ടു എന്നും ഉസുറ ബുസ്ര കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഫഅൻത മബ്ഊത്തുൻ ഇലൽ അനാമി, മുഴുവൻ ജനങ്ങളിലേക്കും നീ അയക്കപ്പെടുന്ന റസൂലാണ് ഉറപ്പായി. തുബഅതു ഫിൽ ഹില്ലി വഫിൽ ഹറാം, ഹില്ലിലും ഹറമിലും. ഹില്ലേതാന്ന്? ഹറമിൻ്റെ പുറത്ത്. ഹറം ഏതാന്ന്? അപ്പം മക്കയിലും മക്കൻ്റെ പുറത്തും നിങ്ങൾ എന്താക്കും? റസൂലാക്കി അള്ളാഹു തന്നെ നിശ്ചയിക്കുമെന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം തങ്ങളെ റിസാലത്ത് വ്യക്തമായി അംഗീകരിച്ചു എന്നർത്ഥം. തുബഅതു ഫി തഹഖീഖ് വൽ ഇസ്ലാമി ദീനി അബീകൽ ബർരി ഇബ്രാഹിം, നിങ്ങളുടെ പൂർവ്വപിതാവല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം, അവരുടെ മില്ലത്തുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അയക്കും. ഫല്ലാഹു അൻഹാക അനിൽ അസ്നാമി അല്ലാ തുവാലിഹാ മിനൽ അഖ്വാമി, ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളുണ്ടല്ലോ അതിനെ തൊട്ട് അള്ളാഹു തആല തടഞ്ഞിട്ടുണ്ട്, വിലങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ള കോമിനോടൊപ്പം തങ്ങളെന്താക്കില്ല, അതിനോട് സഖ്യം പുലർത്തുന്നതല്ല എന്ന് പാടിക്കൊണ്ട് എന്താക്കിയ കുറേ പാട്ടുണ്ട്. എന്ന് നീ റസൂലായ രംഗത്ത് വല്ല അവസരം എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് കിച്ചൻ്റെ ബാക്കിയുണ്ടത്. സുമ്മക്കാലത്ത്, പിന്നെ ആമിന ബീബി പറഞ്ഞെന്താണ്? കുല്ലു ഹയ്യിൻ മയ്യിത്തുൻ വകുല്ലു ജദീദിൻ ബാൽ. പിന്നെ കമ്മല കബീർ യഫ്ന
അത് അച്ചടിപ്പട വന്നത്. പിന്നെ വാന മയ്യത്തത്തുൻ വദിക്രി ബാക്കിൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആര് ജനിച്ചിട്ടുണ്ടോ അവരെല്ലാം മരിക്കും, മരിക്കാതെ ബാക്കിയാവുന്ന ആളില്ല. ഏത് പുതിയ സാധനമുണ്ടോ അതെല്ലാം പഴകും. പിന്നെ എല്ലാ വലിയ ആളുകളും എന്താക്കും, നശിക്കും. അതുകൊണ്ട് ഞാനും ഇവിടെ നിന്ന് പിരിയുകയാണ്. എൻ്റെ ഓർമ്മ എപ്പോഴും ബാക്കി നിൽക്കും. കാരണം നബിതങ്ങൾ ഓർമ്മിക്കുന്ന കാലത്തോളം നബിതങ്ങൾ ഉമ്മയല്ലേ, ആരും മറക്കുമോ? വലിത്ത തുഹുറൻ, നീ പരിശുദ്ധനായിക്കൊണ്ട് ജനിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ബീബി വഫാത്തായത്. കാലത്ത്, ആ മറ്റേ റാവിയില്ലേ അസ്മാ, അവർ പറഞ്ഞു ഫകുന്ന നസ്മ നൗഹൽ ജിന്നി അലൈഹ, ആമിന ബീബി വഫാത്തായപ്പോൾ ജിന്നുകൾ കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫഹഫിളിന മിൻ ദാലിക, അതിൽ നിന്ന് കേട്ടതാ പറയുന്നത്, കേട്ട് പഠിച്ചത്. എന്താ? തബ്കിൽ ഫതാതൽ ബർറതൽ ആമീന വാതിൽ ജമാലിൽ ഇഫത്തിൽ റസീന റൗദത്തി അബ്ദില്ലാഹി വൽ ഖരീന ഉമ്മി നബിയില്ലാഹി ദിസ്സകീന വസാഹിബിൽ بالمدينة صارت لدى حفراتها رهينا لو فديت ثمينا وللمنايا شفرة ماتينا لا تبكي ضعانا ولا ضعينا إلا أتت وقطعت واتينا أما دللت أيها الحزينا عن الذي ذو العرش يعلي دينا وكلنا والية حزينة نبكيك للعطلة أو للزينة أو للضعيفات وللمسكينة. ജിന്നുകൾ വിലാപകാവ്യം പാടിയത് ആ ബീബി കേട്ടത് എന്താക്കുന്നുണ്ട്, കാണാൻ പാടാക്കിയത് കുറച്ച് ഉദ്ധരിച്ചു മാത്രം. ചുരുക്കത്തിൽ ബർറത്തുൽ അമീനത്തായ ആമിന ബീബിക്ക് കൊണ്ട് ഞങ്ങളെല്ലാവരും ദുഃഖിച്ചുകൊണ്ട് കരയുകയാണ്. അവർ അബ്ദുള്ള എന്നവരുടെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവാണ്. കേട്ടാ, തങ്ങളാരാണ്? മദീനയിൽ പ്രസിദ്ധമായ മിമ്പറിൻ്റെ ഉടമയാണ്. സാഹിബുൽ മിമ്പറുണ്ടല്ലോ, അങ്ങനെയുള്ള ആമിന ബീബി എന്തായി, അവരുടെ ഖബറിൻ്റെ കരയിൽ അവിടെ പണയം വെക്കപ്പെട്ടവൻ്റെ അർത്ഥം എന്താണ്? അവിടെ അടക്കം ചെയ്യപ്പെട്ടവരാണ്. അതിന് ഫിദ കൊടുക്കുകയാണെങ്കിൽ, മരിക്കാതെ രക്ഷപ്പെടുകയാണെങ്കിൽ എന്ത് വില പിടിച്ച സാധനമോ അതിന് ഫിദായുമായി കൊടുക്കാമായിരുന്നു. പക്ഷെ അതിന് ഫിദ നടക്കൂലല്ലോ, മരിക്കാതിരിക്കാൻ. അതുകൊണ്ട് മരണത്തിന് മൂർച്ചയേറിയ ഒരു കത്തിയുണ്ട്, അതെല്ലാവരെയും മുറിച്ച് കളയും, ആരെയും ബാക്കി വെക്കൂല. കണ്ടാ, ലാ തുബ്കി ദഅാനൻ വലാ ദഈന, ആരെയും ബാക്കി വെക്കൂല. യാത്ര പോകുന്ന ആളെയും വെക്കൂല, സമസ്കാരെയും ബാക്കി വെക്കൂല. ലാ തുബ്കി ഇദാ ശഫറത്ത്, കത്തി. ഇല്ല അത്തത് വഖത്തഅത് വതീന, അവരെ കഴുത്ത് മുറിച്ചിട്ടല്ലാതെ. അതായത് മരണം ആരെയും പിടികൂടുന്നായി. അതുകൊണ്ട് ഫകുലുന വാലിഹത്തുൻ ഹസീന, നമ്മളെല്ലാവരും ദുഃഖത്തിലാണ്. ആ വിടവ് നികത്താനാവാത്തതാണ്. അതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ജിന്നുകൾ കരയുന്നത് പാട്ടുപാടി. ആര്? നേരത്തെ അസ്മാ ബിൻത് റുഹം കാണാപ്പാടാക്കിയത് പറഞ്ഞത്. ഇനി അപ്പം തങ്ങൾ ഒന്നും കൂടെ നേരത്തെ പറഞ്ഞിട്ടില്ല, തങ്ങളുടെ മാതാപിതാക്കന്മാരെല്ലാവരും ഹക്കിൻ്റെ മേലായിരുന്നു, തൗഹീദിൻ്റെ മേലായിരുന്നു. അതിനുള്ള നൂറുകണക്കിന് ദലീലുകളാണ് മൂപ്പർ അങ്ങനെ കൊണ്ടുപോകും. അത് നമ്മുടെ കിസ്സായിട്ട് അടമുറിഞ്ഞു. അതിനുള്ള ഉസൂലുകളും ഫുറൂഉകളും ആയാത്തുകളും ഹദീസുകളും അങ്ങനെ അടിച്ചുദ്ധരിക്കും. ഉസൂലുൽ ഉലമാക്കൾ എന്ത് പറഞ്ഞു, ഫുഖഹാക്കന്മാർ എന്ത് പറഞ്ഞു, തഫ്സീറുൽ ഉലമാക്കന്മാർ എന്ത് പറഞ്ഞു, ഉലമാൻ്റെ എല്ലാ ഇനങ്ങളെയും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസൂലുണ്ടല്ലോ, അഖീദൻ്റെ ഉലമാകൾ. അതിനിടയ്ക്ക് ചെറുതൊരു വിഷയം പറയുന്നത്, ഖാല സുർഖാനി റളിയല്ലാഹു അൻഹു ഫീ ശറഹിൽ മവാഹിബി, അതായത് മവാഹിബുൽ ലദുന്നിയ ഖസ്സലാനി ഇമാമിൻ്റെ കിതാബാണ്. അതിൻ്റെ ഷറഹാണ് സുർഖാനി, അവരുടെ ഷറഹ്. അതിനകത്ത് നക്കലൻ അല ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തൊട്ടാ നക്കല് ബാദ ദിക്രി അബിയാത്തി ഹസാബിക, ഈ ബൈത്ത് പാടിയതിന് ശേഷം. വഹാദൽ ഖൗലു മിൻഹാ സരീഹുൻ ഫി അന്നഹാ മുവഹിദത്തുൻ, ഇത്
മിൻഹാ എന്ന് പറഞ്ഞാൽ ആമിന ബീബിൻ്റെ വക്കൽ നിന്ന് പറഞ്ഞ ഈ വാക്ക് എന്താ പറഞ്ഞത്? ഫാന്ത മബ്ഊസുൻ ഇലൽ അനാമി തുബഅതു ഫിൽ ഹില്ലി വഫിൽ ഹറാമി എന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റിസാലത്ത് കൊണ്ട് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പിരിഞ്ഞത് എന്നത് വളരെ വ്യക്തമാണ്. ഇനി ആമിന ബീബി എങ്ങനെ വെച്ചു എന്ന് ഹക്കിലോ പാത്തിലൊന്നും പറയാനില്ല, വളരെ ശരിയാണ്. എന്തുകൊണ്ട്? ഇത് ദക്കറത്ത് ദീന ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്താണ് തങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വബഅസ ഇബ്നുഹ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇസ്ലാമി മിൻ ഇൻദില്ലാഹ്, അള്ളാഹിൻ്റെ മക്കളിൽ നിന്ന് ഇസ്ലാം ദീനുമായിട്ടാണ് മകനെ അള്ളാഹുത്തെ റസൂലാക്കി നിയമിക്കുക എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. വനഹി അനിൽ അസ്നാമി വ മുവാലാത്തിഹ, അസ്നാമുകളെ തൊട്ട് വിരോധിച്ചും അതുപോലെ അതിനോട് കൂറ് പുലർത്തുന്ന തൊട്ടും അള്ളാഹു തആല വിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും. വഹാലി തൗഹീദ് ഷൈൻഹാദ, ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇനി വേറെ ഒന്നും വേണം. താങ്കൾ റിസാലത്തോട് സംബന്ധിച്ചിട്ടുണ്ട്. പിന്നെന്ത് പറയും? തൗഹീദിൻ്റെ പല ഫുറൂഇയാത്തും പല ചോദ്യങ്ങളും ഉത്തരങ്ങളും അതെല്ലാം അഖീദ കിതാബ് അത് ശേഷം ഉണ്ടായ കിതാബുകളാണ്. തൗഹീദാകാൻ ഉള്ള ആവശ്യമുള്ളത് ഇടുണ്ടായി. അതാ ഫൈന്ന തൗഹീദ ഹുവൽ ഇഅ്തിറാഫു ബില്ലാഹി വ ഇലാഹിയത്തിഹി വ അന്നഹു ലാ ശരീക ലഹു വൽ ബറാഅത്തു മിൻ ഇബാദത്തിൽ അസ്നാമി വ നഹവിഹാ, അസ്നാമ് പോലോത്തതിനെ കൈവെടിയലും അല്ലാഹു തആലാക്ക് ശരീക്കില്ലാതെ അവൻ്റെ ഇലാഹിയത്തിനെ സമ്മതിക്കലും ഇതൊക്കെയാണ് തങ്ങളെ നുബുവത്ത് ഇഅ്തിറാഫുമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്തിട്ടുണ്ട്. വഹാദൽ ഖദ്റു കാഫി ഫി തബദ്ദി മിനൽ കുഫർ, കുഫറിനെ തൊട്ട് രക്ഷപ്പെടാൻ ഇത്രയും കാര്യം മതി. എന്നാൽ വസുബൂത്ത് സിഫത്തി തൗഹീദ് ഫി സമനിൽ ജാഹിലിയ്യത്തി ഖബലൽ ബിഅ്സത്തി, കണ്ടാ വസുബൂത്ത് അതാ ജാഹിലിയ്യത്തിൻ്റെ കാലത്ത് ബിഅ്സത്തിൻ്റെ മുമ്പാണ്, ബിഅ്സത്ത് തങ്ങൾ രംഗത്ത് വരുന്നതിന് മുമ്പാണ്. ആ കാലഘട്ടത്തിൽ ഇത്രയും ഉണ്ടായ തൗഹീദായി. ഇനി അതിൻ്റെ തഫാസീലുണ്ടാകും പല ചോദ്യങ്ങളും മറുപടികളൊക്കെ. വഇന്നമാ ഇശ്തറത്തു ഖദ്റുൻ സായിദുൻ അലാ ഹാദിഹിൽ ബിഅ്സ വലാ അതാണ്. ശേഷമുള്ളത് എന്തുണ്ട്? പിന്നീട് ഉണ്ടായ ഫുറൂഇയായ മസലകളാണ്. അതുകൊണ്ട് വലായുള്ളു ബിക്കുല്ലി മൻ കാന ഫീ ജാഹിലിയത്തി അന്നഹു കാന ഗാഫിലൻ, ജാഹിലിയത്തിൽ കെടിഞ്ഞുകൂടിയ ആള് എല്ലാവരും ഗാഫറാന്ന് പറയുന്നത് ശരിയല്ല. നല്ല ആളുകളെ കൂട്ടത്തിലുണ്ട്. 3 വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ അതേ തൗഹീദിലും അതേ പാരമ്പര്യത്തിലും നിന്നുണ്ട് റസൂലിൻ്റെ ബൈസുമലായി ജീവിക്കുന്ന ആളുണ്ട്. ഒരു കൂട്ടർ എന്താക്കി ഇതെല്ലാം പോട്ടുന്നുണ്ട്, ഭേദഗതിയാക്കിയിട്ട് അംർ ബിൻ ലുഹൈനെ പോലെ എന്താക്കും പുറത്തുനിന്ന് ബിംബം കൊണ്ടാണ്ട് ആരാധിച്ച കൂട്ടറുണ്ട്. അവരുടെ കാര്യം പോക്കാന്ന് പറയാം. ഒരു കൂട്ടർ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാണ്ട് വേദാറിലേക്ക് കഴിഞ്ഞ് കൂടുന്നതാണ്. അപ്പോൾ ഹക്കിൽ ഉറച്ചിരുന്ന ആള് ഹക്കിൽ നിന്നെന്താക്കി മുർത്തദ്ദായി പോയ ആളുകൾ ഒന്നും തിരിയാത്ത ബേജാറായിട്ട് നബി വന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന 3 കൂട്ടക്കാരുണ്ടെന്ന ശേഷം പറഞ്ഞു വരുന്നു. അപ്പോൾ ആമിന ബീബിയും തങ്ങൾ ഉപ്പാപ്പമാരൊക്കെ ആ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് വേറെ ദലീൽ ഉദ്ധരിക്കും. ജാഹിലിയ കാലത്ത് കഴിഞ്ഞുകൂടി എന്ന് പറഞ്ഞിട്ട് എന്താ ചോദിക്കും, ഇപ്പം എത്ര കള്ളഷാപ്പുണ്ട് മജാറിൽ? മുസ്ലിമീങ്ങളെല്ലാവരും കള്ളുകൂടി മറ. കുറേ കള്ളുഷാപ്പ് വർദ്ധിച്ചു, കുറേ അമ്പലങ്ങൾ വർദ്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലത്ത് ജീവിക്കുന്ന എല്ലാവരും വിമാനാതകം മറന്ന അർത്ഥം എല്ലാവരും കള്ളുകൂടി മറന്ന ഹക്കുമ ജീവിക്കുന്ന ആളുണ്ട്. അതാ ഫഖദ് തഹന്നഫ ഫിഹാ ജമാഅത്തുൻ, ഒരു സംഘം ആളുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദീനും പരതിയിട്ട് പുറനാട്ടിൽ പോയ ആളുകളുണ്ട്. വറഖത്ത് ബിൻ നൗഫലുണ്ട്, പിന്നെ സയ്യിദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളുണ്ട്. ഒരു യോഗം ചേർന്നിട്ട് കൂട്ടത്തിൽ പോകും. ഫലാ ബദഅൻ തകൂന ഉമ്മുഹു മിൻഹും, ഉമ്മ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്ത് ഓരോ മകനാണല്ലോ ഇസ്മായിൽ അലൈഹി സ്വലാം, അത് ബിംബിച്ച ആളെന്നതിൽ അത്ഭുതപ്പെടാനില്ല. കൈഫ വാക്സറു മൻ തഹന്നഫ മിൻഹും, അതിൽ നിന്ന് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്ത് മുറച്ചു നിന്ന ആൾ ഇന്നമാക്കാന സബബു തഹന്നഫിഹി, അവർ അത് മുറുകെ പിടിക്കാനുള്ള കാരണം എന്താണ്? ഓർക്കേണ്ട തെളിവ് അതാ അത് മാ സംയഹു മിൻ അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബിൻ്റെ ഭാഗത്ത് കേട്ടതുണ്ട് അവർക്ക് തെളിവായിട്ട്. മറ്റൊന്നോ വൽ കുഹാൻ, കാഹിനികളെ വക്കുന്ന കേട്ടതുകൊണ്ട് ഖുർബ സമനിഹി സല്ലല്ലാഹു അലൈഹി ജനിക്കാൻ പോകുന്ന അവസരത്തിൽ മാ അന്നഹു ഖർബ ബഅസു നബിയ്യിൻ മിനൽ ഹറമി സിഫത്തുഹു കദാ വകദാ, ഹറമിൽ നിന്ന് ഒരു നബി ജനിക്കാൻ പോകുന്നുണ്ട്, അവരെ സിഫത്ത് ഇന്ന മാതിരിയാണ്. ഇങ്ങനെയുള്ള എത്രയോ തെളിവുകൾ ആരുടെ മുമ്പിലുണ്ട്? ആമിന ബീവിൻ്റെ മുമ്പിലുണ്ട്. ഇപ്പം തന്നെ
ജൂതന്മാർ പരത്തിയിട്ട് ഖാത്തമുൻ നബുവത്ത് നോക്കിയതും കണ്ടതൊക്കെ ആമിന ബീബി അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എന്താ ഈ തെളിവ് സഹിതമുള്ള ഈമാനായിരുന്നു എന്ന് പറഞ്ഞു. അത് മനാമിലുണ്ട്. അതാ സമയത്ത് മിന്ദാലിക്ക് അക്സറ മിമ്മാ സമയഹു ഗൈറുഹ. ആമിന ബീബി അല്ലാത്ത ആളുകൾ കേട്ടതിനേക്കാൾ ഉപരിയായിട്ട് ആമിന ബീബിക്ക് കേൾക്കാനും നേരിട്ടറിയാനും സാധിച്ചിട്ടുണ്ട്. മിൻ ആയാതിഹിൽ ബാഹിറ വമാ യഹ്മിലു അല തഹന്നഫി ദറൂറത്തൻ. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മെല്ലത്തിൽ നിൽക്കണമെന്ന് പ്രേരിപ്പിക്കുന്നത്. വറഅത്തിൻ നൂറല്ലദീ ഖറജ മിൻഹ. എടാ ബീബിയുടെ മക്കളിൽ നിന്ന് പുറപ്പെട്ട ആ പ്രകാശം അല്ലാത്ത ലഹു ഖുസൂറു ശാം. ഷാമിലുള്ള കോട്ടകളെല്ലാം ആ ഇതിൽ കണ്ട്. ഹത്താ റഅത്ഹ ഖുസൂറു ഇസ്ലാമിൻ ശാം. അത് വക്കാലത്തിലെ ഹലീമ. ഇനി ഹലീമ ബീവി കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ? എന്താ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കരഞ്ഞു പിടിച്ചിട്ടല്ലേ രണ്ടാമത് തന്നത്? ഇപ്പം എന്താ 2 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടാന്ന് പിടിഞ്ഞു പോയാ? അപ്പോൾ സംഭവം പറഞ്ഞപ്പോൾ ശൈത്താനെ പൊടിച്ചു. എൻ്റെ മോനിക്ക് ശൈത്താൻ. എൻ്റെ മോൻ ആരാന്ന്? റഹ്മത്തുല്ലിൽ അള്ളാഹ് അയക്കുന്ന റസൂലാന്ന് പറഞ്ഞത്. അവർക്ക് ശൈത്താൻ വരാല്ല. ഹലീമാബിന് എത്തി പഠിച്ചു കൊടുത്തു. അതുകൊണ്ട് കുഞ്ഞിനോടാക്കിയിട്ട് പോയിക്കോ. അമ്മ ഇപ്പോൾ വഖദ് ശക്ക സദ്റുഹു. സദ്റ് കയറിയത്. അഖശീതുമാ അലൈഹി ശൈത്താൻ. ഹലീമ ശൈത്താൻ പിടിക്കുമെന്ന് നീ പേടിച്ചിനാ? കല്ല വല്ലാഹി മാലക ലിശ്ശൈത്വാനി അലൈഹി സബീൽ. ശൈത്താന് യാതൊരു മാർഗം എൻ്റെ കുട്ടീൻ്റെ മേലില്ല. അപ്പം ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? വൈന്നഹു ലക്കായിനുള്ളി ബിനി ഹാദാ ശഅ്നുൻ. എൻ്റെ മകന് വലിയ ഒരു പദവി വരാൻ പോകുന്നുണ്ട് എന്നാര് പറഞ്ഞ്? ബീബി പറഞ്ഞു. കുല്ലമാ പിന്നെ ഫീ കലിമാത്തിൻ ഉഖർ. അതിന് പല കലിമാത്തും സംസാരിച്ചിട്ടുണ്ട്. കദിമത്ത് ബിഹിൽ മദീന ആമ വഫാത്തിഹ. വഫാത്താകുന്ന അക്കൊല്ലയിലെ മദീനയിലേക്ക് വന്നത്. മദീനയിൽ വന്നിട്ട് ജൂതന്മാർ രാവിലെയും വൈകുന്നേരം കൂട്ടത്തോടെ വന്ന് കാണുകയും തങ്ങളെ പരിശോധിക്കുകയും ഖാത്തമുൻ നബുവത്ത് കാണുകയും ചെയ്തിട്ട് ആമിന ബീവിക്ക് ബോധ്യം വന്നിട്ടില്ല എന്ന് പറയേണ്ടത്. അതാ ഒ സമയത്ത് കലാമൽ യഹൂദി ഫീഹി വശഹാദത്തഹും ലഹു ബിൻ നബുവ്വ. നബുവത്ത് കൊണ്ട് അവർ സാക്ഷ്യം വഹിച്ചതെല്ലാം ആമിന ബീവി കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. വറജഅത ബിഹി ഇലാ മക്ക. മക്കയിലേക്ക് അതുകൊണ്ടല്ലേ പേടിച്ച് മടങ്ങി വന്നത്. വഹാദാ കുല്ലുഹു മിമ്മാ യുതിന അന്നഹ തഹന്നഫത ഫീ ഹയാതിഹ. ഹയാത്ത് കാലത്ത് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിൽ ജീവിച്ചവരായിരുന്നു ആര്? ആമിന ബീബി എന്നുള്ളത് നമുക്ക് ഉറപ്പായിരിക്കുന്നു. റളിയല്ലാഹു അൻഹു. ഇനി ഉപ്പാനെ പറ്റി ഞാൻ സംസാരിക്കുന്നു. അങ്ങനെ ഉപ്പാൻ ഓരോരുത്തരുണ്ട്. അബ്ദുൽ മുത്തലിബിൻ്റെ കറാമാത്തും കുറേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് മുപ്പറ് പറയും കുറേ കഴിഞ്ഞു പോയി. അങ്ങനെ അബ്രഹത്തും പാർട്ടിയും എന്തുവന്ന് കേവ പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ റബ്ബിനെ തവക്കുലാക്കിയത്. എന്നിട്ടാണ് അബാബിൽ പക്ഷിനെ ഇറക്കിയത്. അബ്ദുൽ മുത്തലിബിൻ്റെ ദുആ ഇജാബത്ത്. അങ്ങനെ വെള്ളം തേടിയിട്ട് പോയപ്പോൾ ഒട്ടകത്തിൻ്റെ കുളമ്പ് തട്ടിയത് വെള്ളം തെറിച്ചു വന്നില്ലേ? ഇതൊക്കെ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ കറാമത്താണ്. എന്നിട്ട് അവർ മുസ്ലിം അല്ല എന്ന് പറയുന്നത്. ആ രാജാവ് ക്ഷണിച്ചിട്ട് വന്നിട്ട് അത്ര കൊടുത്തതും റിയസനി എത്ര 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 സംഭവങ്ങൾ. അബ്ദുൽ മുത്തലിബിനോട് നിങ്ങളോട് മാത്രം ഒന്ന് പറയാണ്ട് കാണണമെന്നുണ്ട് രാജാവ് കൂട്ടിക്കൊണ്ട് പോയത്. അതപ്പോൾ ആ സമ്മാനങ്ങൾ കൊടുത്തതും. എന്നിട്ട് പറഞ്ഞ് ഇപ്പം ആരോടും പുറത്ത് പറയില്ല, നിങ്ങളോട് അസൂയ വെച്ച് കളയും, അതുകൊണ്ട് പേടിക്കുന്നു. അത് ആ കൊട്ടിക്ക് ആകുമ്പോയിക്കോട്ടെ. മറ്റവർ നിർബന്ധിച്ചില്ല, നിങ്ങളെ മാത്രം കൂട്ടിയിട്ട് എന്താന്ന് അദ്ദേഹം രഹസ്യം പറഞ്ഞു. സൈഫിന് റിയേസൻ അങ്ങനെ ഹിസകളെന്ന് പറഞ്ഞു വരുന്നു. അപ്പോൾ നമ്മളെ വഫാത്തുമായി ബന്ധപ്പെട്ടതല്ല എന്താകുന്നത്, അവർ തൗഹീദിൻ്റെ ആളുകളായിരുന്നു എന്നുള്ളതിനുള്ള ഉസൂലിൻ്റെ തെളിവ്, ഫുറൂഇൻ്റെ തെളിവ്, ഫുഖഹാക്കന്മാരുടെ തെളിവ്, മുഫസ്സിരീങ്ങളുടെ തെളിവ്, മുഹദ്ദിസീങ്ങളുടെ തെളിവ് എല്ലാം കൊടുത്തിരിക്കുന്നു. കുറേ പേജുകളുണ്ട്. ഒന്നും തീരൂല. നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം എന്തൊക്കെ ഉണ്ടായിരുന്നാലും പറയുന്നു. അബ്ദുൽ മുത്തലിബിലാണല്ലോ ഇനിയിപ്പോൾ അധികാരമുള്ളത്. ഉപ്പയും വഫാത്തായി, ഉമ്മയും വഫാത്തായി. പിന്നെ ഉമ്മു ഐമൻ ഉമ്മാൻ്റെ സ്ഥാനത്ത് തങ്ങളെ പരിപാലിക്കുന്ന പോറ്റുമ്മയായിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് ഉപ്പാൻ്റെ നിലവിലുണ്ട്. അവിടുന്ന് അങ്ങോട്ടുള്ള കിസ്സ പറയാൻ പോകും. അത് ഞാൻ കുറച്ച് ഇഷ്ടം ചെയ്തെന്ന് അൽബല്ലാണ്ട നീളും.
അബൂ ഹുറൈറ തങ്ങളുടെ ഹദീസ്, സൗബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, അബ്ദുർ റസാഖിൻ്റെ ഹദീസ്, ഇബ്നുൽ മുൻദിറിൻ്റെ ഹദീസ്, കണ്ട ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനും തങ്ങളെപ്പറ്റി പഠിക്കാനും തങ്ങളെ മഹബത്ത് വെക്കാനും പൂർണ്ണമായി ഇത്തിബാ ചെയ്യാനും തങ്ങളോട് ഷൗക്കും ഇഷ്കും എല്ലാം വെച്ചു പുലർത്തുന്ന തങ്ങളെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടുന്ന യഥാർത്ഥ ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ അല്ലാഹു തങ്ങളെ പെടുത്തി തരട്ടെ. ആമീൻ.